Guys, welcome back to our YouTube channel Els by Hedel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ്. ഈവനിങ് വ്ളോഗല്ല, ഒരു മീൻ പിടിക്കൽ വ്ളോഗ്. ഇതിൽ മീൻ കിട്ടുമോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ അമ്മയുടെ വീട്ടിലാണ്. അമ്മയുടെ വീട് തോണിപ്പാറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെ കുറേ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. മീൻ പിടിക്കാൻ പോവാ. നമ്മളിവിടേക്കാണ് ഗൈസ് വീഡിയോ മീൻ പിടിക്കാൻ വന്നത്. ഇവിടെ കണ്ട കിണറൊക്കെ ഉണ്ട്. ഈ കിണർ ഇതിൻ്റെ ഉള്ളിലേക്ക് വീണ് കഴിഞ്ഞാൽ മരിച്ചു പോകുമെന്ന് എനിക്ക് തോന്നണു. നമ്മൾ മീൻ പിടിക്കാൻ വന്നേക്കണം. ഇവിടെ മീൻ കിട്ടില്ല നമുക്കറിയാം, പക്ഷെ അവിടെ നടന്ന് കാണിച്ച് അവിടെ ഇവിടെ ഇവിടെ എല്ലായിടത്തും കൂടെ അവിടെ ഇവിടെ ഒക്കെ കിണറാ. അപ്പോൾ ഈ പിള്ളേർക്ക് ഈ വടി കണ്ട ഇവരടിക്കാനുള്ള വടി എനിക്ക്. അപ്പോൾ അവിടെ കിണറുള്ളതുകൊണ്ട് ഞാൻ ഇവരെ റെസ്ട്രിക്റ്റ് ചെയ്തേക്ക് അങ്ങോട്ട് പോകരുതെന്ന്. അപ്പോൾ ഞാൻ പറയണത് കേൾക്കാണ്ട് അവർ പോകും. അപ്പം ഞാൻ പിന്നാലെ പോകും, അടിക്കും. ഇതാണ് പാടം. എനിക്കൊക്കെ പിള്ളേരുണ്ടായ ഞാൻ പാടില്ല തലേമയ്ക്കാനാ ഭയങ്കര ചൂടാന്നിട്ടോ, അതുകൊണ്ടാ ചാൻസ് ഇല്ല. എന്റെ വായല ഞാൻ പല്ലുകൊണ്ട് കടിച്ചെടുത്തതാ. എന്റെ വായലൊക്കെ ഇതിന്റെ ഇത് പോയി. എന്നാ വാഴല്ല ചിലയിൽ വെച്ചോ. ഇത് ഇങ്ങനെയല്ല, ഇങ്ങനെ മഴയത്ത് അത് വെക്കുക. ആക്ച്വലി എന്തിട്ട് മൊണ്ടന്മാരുടെ പോലെ പല്ല് മൊത്തം അറിയാവോ. കത്തിയില് അതിന്റെ ഓരോ പാടുകളെ. എന്റെ ലിപ്സ്റ്റിക് ഒക്കെ പോയിന്നുണ്ട്. പിടിച്ചു നടന്നോ. നമ്മൾ പാടത്ത് കുറച്ച് പിള്ളേരെ കണ്ടു, അവരായിട്ട് കമ്പനി. എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ അവർക്ക് എറിഞ്ഞു കൊടുക്കാട്ടോ. അപ്പൊ നിങ്ങൾ എവിടെ നല്ലതാണോ എന്നാ എനിക്ക് മരുന്നെറിഞ്ഞു അത് നല്ല പഴുത്തതുണ്ട് അവിടെ. ഏതാ വേണ്ടേ? പഴുത്തത് അവിടെ അതെ. നമ്മൾ പേരയ്ക്ക പൊട്ടിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കണത്. ഇവനാണ് ഇവിടുത്തെ മെയിൻ. അപ്പോൾ ഇവൻ എന്നെ പൊട്ടിച്ച് തരാമെന്ന് പറഞ്ഞ് പൊട്ടിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഒന്നും വീഴണമെന്നില്ല. ആക്ച്വലി ഇതൊക്കെ കാണുമ്പോൾ എന്താ നൊസ്റ്റു അടിക്കുന്നുണ്ട്. പണ്ട് ഇപ്പോഴും ഇത് വന്ന് പൊട്ടിച്ച് തന്നെ വരും. മീനൊന്നും കിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഇതൊക്കെ പൊട്ടി മീനെ പിടിക്കണോ ഗൈസ്? മീൻ കിട്ടോ? കിട്ടും. ഇവിടെ കിട്ടില്ല ഉള്ളുണ്ടാവും മീൻ. അങ്ങോട്ട് ചാടി വീഴാണ്ട് കിടക്ക്. അപ്പോൾ നമുക്ക് അവിടെ മീനൊന്നും കിട്ടില്ല എന്ന് ശരിക്കും മനസ്സിലായപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ നമ്പർ 2 ഞാൻ അവരെ വിളിച്ചുകൊണ്ട് വന്നു. കാരണം ഞാൻ പണ്ട് ഇവിടെ വരുമ്പോൾ ഇവിടെ ചെറിയ ചെറിയ ചാലുകളുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ മീൻ മീൻ ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവരൊക്കെ പറക്കി കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പിന്നെ ഇവിടെ നിന്നും കിട്ടാണ്ടായി. ഇവരുടെ തല്ല് കിട്ടിയില്ല എന്നുള്ളത് മാത്രം ബാക്കി. കാലിൽ ചൂണ്ട കുടുങ്ങിയിട്ട് നല്ല സുഖം. വെള്ളം കിട്ടുമോ? എന്താ അഭിപ്രായം? എങ്ങനെയാ കിട്ടുക? ബോധമില്ലാത്ത ഒരു 5 പേരല്ലേ പോണത്. ഇതെല്ലാം എന്റെ അനിയന്മാരല്ലേ. ടീച്ചർ അപ്പോൾ അവിടെ നിന്ന് കിട്ടാണ്ട് ഇപ്പോൾ ഡെസ്റ്റിനേഷൻ നമ്പർ 3 നമ്മൾ പോണേ. ഇതാണ് ഗൈസ് നമ്മുടെ ക്യാമറാമാൻ അല്ലാട്ടോ, എൻ്റെ അനിയനാണ്. കായ് കൊടുക്കടാ. ഉറങ്ങി എനിക്കുണ്ട് ഭയങ്കര ജാട. ഗൈസ് അവസാനം നമ്മൾ ഇതിൽ നിന്ന് പിടിക്കാന്നാണ് വിചാരിക്കണേ. കിട്ടുമോന്ന് അറിയില്ല. കിട്ടാൻ ചാൻസ് ഇല്ല. ഞങ്ങളാണല്ലോ പിടിക്കണേ.
എടോ ഇപ്രാവശ്യം നമ്മൾ വൻ പരാജയമായിരുന്നു. നമുക്ക് എവിടെ നിന്നും മീൻ കിട്ടിയില്ല. നമ്മൾ 4 സ്ഥലത്ത് പോയി, 4 സ്ഥലത്തുനിന്നും നമുക്ക് മീൻ കിട്ടിയില്ല. ആക്ച്വലി ഈ സ്ഥലത്തൊക്കെ എപ്പോഴും, ഇവിടെ മാത്രമല്ല, നമ്മൾ ഇത്ര നേരം നമ്മൾ മീൻ പിടിക്കാൻ പോയ സ്ഥലത്തൊക്കെ എപ്പോഴും മീൻ ഉണ്ടാവുന്നതാണ്. ഇപ്പം നമ്മൾ വന്നുകൊണ്ടാണോന്നും അറിയില്ല, ഒന്നും കിട്ടിയില്ല. നമുക്ക് മീൻ കിട്ടിയില്ലെങ്കിൽ എന്താ, കുറേ നല്ല ഫോട്ടോസ് കിട്ടി. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫോട്ടോസ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെറുതെ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ കഴിഞ്ഞിട്ട് ഫോട്ടോസാക്കി അപ്ലോഡ് ചെയ്യാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ അപ്ലോഡ് ചെയ്തത്. പിന്നെ ഈ വീഡിയോയ്ക്ക് നമുക്ക് കൺക്ലൂഷനൊന്നും ഇല്ല കേട്ടോ, അത് ചാർജ് കഴിഞ്ഞു. അപ്പോൾ പിന്നെ കൺക്ലൂഷൻ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.